ഇനി വരാൻ പോകുന്ന നമ്മുടെ ബാബുരാജ് മാസ്റ്ററുടെ ഹിറ്റ്സ് റൗണ്ട് ആണ്. ഗൗതമി കുട്ടിയത്താണ് ഒരു സോങ്ങുമായിട്ട്. വിളിക്കാം അല്ലേ? വിളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഗൗതമി കുട്ടി ഓൺ സ്റ്റേജ്. കണ്ട ഈ കളർ എം ജി ഞങ്ങളുടെ ഇഷ്ടമല്ലേ? എനിക്ക് ഇതുപോലെ ഷർട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇവിടെ ഇട്ടിട്ടില്ല. ഓ. ഞാൻ ഇങ്ങനെ ഒരു യാത്രയിൽ പോയപ്പോഴത്തേക്ക് ഒരു കടയിൽ ഇങ്ങനെ ഇതേ ഷെയ്ഡില് ഷർട്ട് കിടക്കുന്നു. അപ്പൊ ഞാൻ ഭയങ്കര വിലയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പല കളേഴ്സ് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് അകത്ത് കയറി വേണോ, കാരണം 10,000-2,000 രൂപ കളയണോന്നൊക്കെ അവിടെ ചെന്ന് ചോദിച്ചപ്പോ 400 രൂപ. ഞാൻ പറഞ്ഞു ഒരു 4 എടുത്തേക്കാം. അങ്ങനെ സ്റ്റോക്ക് ഫുൾ എടുത്തു. ഏത് പാട്ടാ? ചന്ദനപ്പല്ലക്ക്. ചന്ദനപ്പല്ലക്ക് വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവരാജകുമാര, പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സരരാജകുമാരി, ഓ അപ്സരരാജകുമാരി. ഓക്കെ. ഡീറ്റെയിൽസ്? പാലാട്ട് കോമൻ, പാലാട്ട് കോമൻ 1962. ഓക്കെ. പാടിയത് സുശീലാമ്മ, AM രാജ സർ. മ്യൂസിക് MS ബാബുരാജ് സർ. ലിറിക്സ് വയലാർ രാമവർമ്മ സർ. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. തട്ടിവിടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ചന്ദനപ്പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഗന്ധർവരാജകുമാര. പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സരരാജകുമാരി, അപ്സരരാജകുമാരി. പൂവായ പൂവെല്ലാം പൊന്നു ഞാലാടുമ്പോൾ പൂവാങ്കുരും നീല ചൂടേണം. പൂവായ പൂവെല്ലാം പൊന്നു ഞാലാടുമ്പോൾ പൂവാങ്കുരും നീല ചൂടേണം. പാതിരാ പൂവിന്റെ പനിനീർ പന്തലിൽ പാലയ്ക്കാമോതിരം മാറേണം. പാതിരാ പൂവിന്റെ പനിനീർ പന്തലിൽ പാലയ്ക്കാമോതിരം മാറേണം. തങ്കത്തമ്പുരു മീട്ടുക മീട്ടുക ഗന്ധർവരാജകുമാര, അപ്സരരാജകുമാരി. തങ്കത്തമ്പുരു മീട്ടുക മീട്ടുക ഗന്ധർവരാജകുമാര, അപ്സരരാജകുമാരി. അല്ലിപ്പൂങ്കാവിലെ ആവണിപ്പലകയിൽ അഷ്ടമംഗല്യമൊരുക്കാം ഞാൻ. ദശപുഷ്പം ചൂടിക്കാം, തിരുമധുരം നേദിക്കാം, താമരമാലയിടിക്കാം ഞാൻ. ദശപുഷ്പം ചൂടിക്കാം, തിരുമധുരം നേദിക്കാം, താമരമാലയിടിക്കാം ഞാൻ. ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കണം, ഓരോ മോഹവും പൂക്കേണം. ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കണം, ഓരോ മോഹവും പൂക്കേണം. പൂക്കും മോഹത്തിൻ കിങ്ങിണി ചെല്ലയിൽ പാട്ടും പാടിയുറങ്ങീണം.
താങ്ക് യു മാം. താങ്ക് യു സർ. ഗൗതു എന്ത് സർ? മോള് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അല്ലിപ്പൂങ്കാവിലെ അവിടം തൊട്ടാണ് മോള് വാമപ്പായത്. ഉം. അപ്പൊ ഇതില് ഈ ചെറിയൊരു സംഗതിയുണ്ട്. അത് പക്ഷെ അതിന് ശേഷമാണ് കിങ്ങിണി ചില്ലയിൽ തൊട്ടാണ് ചരണത്തിന്റെ എൻഡ്. കിങ്ങിണി ചില്ലയിൽ അതെങ്ങനെയാണ്? കിങ്ങിണി ചില്ലയിൽ ആ സാധനം ആണ് ആദ്യം വരേണ്ടത്. നമ്മൾ ആദ്യം ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന അതെന്താണ് ആ സംഗതി? എങ്ങനെയാണ്? വീട് കാണാൻ വന്ന അത് പാടിയിട്ടില്ല. അതുപോലെ തന്നെ പെറ്റു വളർത്തിയ അതേ സംഗതിയാണ്, അതും പാടിയില്ല. അനുപല്ലവി പാടിയിട്ടില്ല. ചരണം കഴിഞ്ഞിട്ട് വന്ന് എല്ലായിടത്തും പാടിയിട്ടുണ്ട് കേട്ടോ. അനുപല്ലവി വരുമ്പോ പാലയ്ക്കാമോതിരം അവിടെ ഭയങ്കരമായിട്ട് ഷാറ്ററായി പോയി. അതെന്ത് പറ്റിയത്? പഠിക്കാന്ന് പാതിരാപ്പൂവിന്റെ പനിനീർ പന്തലിൽ പാലയ്ക്കാമോതിരം പാലയ്ക്കാമോതിരം. പാലയ്ക്കാമോതിരം. ആ ഓക്കെ. അങ്ങനെ ഗന്ധർവ രാജകുമാര അവിടൊക്കെ ഈ സംഗതികൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ശ്രുതി. പക്ഷെ ചരണം തൊട്ട് എൻഡ് വരെ നന്നായിരുന്നു. എനിക്ക് എൻഡിലാണ് ഇഷ്ടപ്പെട്ടത്. കാരണം AM രാജ സാറും സുശീലാമ്മയും കൂടെ പാടുന്നത് അപ്സര രാജകുമാരി ഗൗതം തന്നെ നിന്ന് അങ്ങ് അടിക്കുകയാണ്. ഒരു 25 അപ്സര അത് രാജകുമാരി. ട്യൂണല്ലേ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ല, തന്നെ പിന്നെയും പാടുന്ന പോലെ അല്ലേ? അപ്സര രാജകുമാരി ഗന്ധർവരാജകുമാര. ഓ അപ്സര രാജകുമാരി. ഇത് രണ്ടും ഗൗതം നിന്ന് തന്നെത്താനെ ഒറ്റ തച്ചിന് പാടും. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഇതേ പ്രശ്നം തന്നെ ഞാനും പറയാൻ പോണോ. ഈ സംഗതികൾ കുറേ പാട്ടുകൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ ഫിലിം മ്യൂസിക്കിന്റെ കുത്തകയായിട്ടുള്ള കുറെ സംഗതികളാണ് ഈ സംഭവങ്ങൾ. ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ മോളെ കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പഠിക്കുന്ന കുട്ടികളോടും, എല്ലാ സംഗീതവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിന്റെ എല്ലാ സംഗതികളും എല്ലാ രീതിയും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനൊരു ഉത്തമ എക്സാമ്പിൾ ആണ് ഈ പാട്ട്. അപ്പൊ മോള് അത് ലാസ്റ്റത്തെ പല്ലവിയില് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ സംഗതികളും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു മാം. എന്താണല്ലോ മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഗൗതകുട്ടി ഇനി കൂടുതലൊന്നും പറയണില്ല, രസമായിട്ട് പാടി. കാരണം ഇത് അറിയത്തില്ലാത്തൊരു മനുഷ്യരില്ല. പ്രത്യേകിച്ച് ഇത് എല്ലാവരുടെയും വിചാരം ഒരു നാടകാനം പോലെയാണ് എല്ലാരും ഇതിനെ കണക്കുന്നത്. അമ്പിളി അമ്മാവാത ഇതിന്റെ ഗണത്തിൽ ചന്ദന പല്ലക്കിൽ, അല്ലെങ്കിൽ വേറെ പാട്ടുണ്ടല്ലോ മധുരിക്കും ഓർമ്മകളെ, അങ്ങനെയൊക്കെ കുറെ കാറ്റഗറിയിൽ വരും. പക്ഷെ ഇത് എല്ലാവർക്കും അറിയാം. മോളിപ്പോ ഈ മത്സരത്തിന് ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കുഞ്ഞു കിണുകിണാന്ന സംഗതികളുള്ള ഒരേ ട്യൂൺ ആണെങ്കിലും ഇത് പാടാൻ ഇത്തിരി പാടാണ്. മോളെ കഴിഞ്ഞത്ര ഭംഗിയായി. കാരണം പുതിയ പെട്ടെന്ന് പഠിച്ച പാട്ടല്ലേ. മോളുടെ അച്ഛനൊക്കെ ഇത് ഏത് ഉറക്കത്തി വേണേലും പാടും. അത്ര ഫെമിലിയർ ആണ് എല്ലാവർക്കും. കലക്കി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So today we are giving you 97 out of 100. താങ്ക് യു സർ. ആടി ഒരു ചന്ദനപ്പല്ലക്കുട്ടി. വീട് കാണാൻ ഗൗതു, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. കുമാര